പിന്നെ പുതുതായിട്ട് ഞങ്ങളുടെ വന്ന പ്രസിഡന്റ്, അദ്ദേഹം നല്ല മിടുക്കനാണ്. ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, അവിടുന്ന് പൈസ മേടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അദ്ദേഹത്തിന് തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ അദ്ദേഹത്തിനെയും പറ്റിയും പറയുമായിരിക്കും എന്നെയൊക്കെ പറഞ്ഞ ഒരു പണക്കാർ ഇത് എന്നൊക്കെ. പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കിയ പൈസയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതേമാതിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. എന്ന് അത് വെച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒരു കാറിൽ പോയാൽ, എനിക്ക് കാറുകളോടൊന്നും പ്രാന്തുള്ള ആളല്ല. ഏത് വണ്ടി കിട്ടിയാലും കയറിപ്പോവും, അതാണ് എൻ്റെ സ്വഭാവം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല. വേറെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകരുതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം പോകുമ്പോൾ എനിക്ക് പോകണം കൂടെ. അപ്പോൾ ആ കാറ് കണ്ടാൽ ഞാൻ തമാശക്കാർ ദയവായി തന്നെ കാറിലൊന്നും കൊണ്ടുപോയില്ല, എന്നിട്ടാണ് നാട്ടുകാർ എന്നെ ചീത്ത വിളിക്കാമെന്ന് പറയുന്നത്. കഴിയുന്നത് അത് അവോയ്ഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ വെച്ചാൽ എനിക്ക് ക്രേസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് ആൾക്കാരെ പേടിച്ചിട്ടുമല്ല. എനിക്ക് കംഫർട്ടബിളായിട്ട് ഞാൻ പറയും. ഇപ്പോൾ ഒരു റൂം തന്നെയായാലും ചൂടുകാലമായതുകൊണ്ട് എനിക്ക് AC വേണം, ബാക്കി ഒരു ലക്ഷറി എനിക്ക് വേണ്ട. എനിക്കൊരു കിടക്കാനൊരു മുറിയും നല്ലൊരു വൃത്തിയുള്ള ബാത്റൂമും കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനൊക്കെ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. കാരണം അച്ഛനൊട്ടും ലക്ഷറിയുടെ ആളായിരുന്നില്ല. അച്ഛൻ എന്തും അച്ഛനന്ന് നടക്കും. പക്ഷെ അച്ഛൻ എന്താ പറയണ്ടേ, ഞങ്ങളുടെ തൃശ്ശൂരത്തെ വീട് വന്ന് കണ്ടറിയാം. അച്ഛൻ പണിത വീടാണ്, അത് ഒരു നിലയേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ വലുതായി പിന്നെയാണ് റൂമുകൾ വേണമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് 2 റൂം എടുത്തത്. അങ്ങനത്തെയൊക്കെ വീട്ടിൽ വളർന്ന എനിക്ക് ഏത് രീതിയിലും ജീവിക്കാൻ എനിക്കറിയാം. ആൾക്കാർ പറയുന്നതിന് പിന്നെ നിവൃത്തിയൊന്നുമില്ല വായ മൂടിക്കെട്ടാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ആണ്. പണ്ടൊക്കെ പത്രങ്ങളായിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഒരാളെ നന്നാക്കുന്നത്, മോശമാക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളത് പ്രത്യേകിച്ചൊരു വിഭാഗം ആൾക്കാരാണ്. ഞാനിപ്പോൾ അതിനെ പഠിച്ചെടുത്തോളം എനിക്കതാ തോന്നി. അവരിരുന്ന് നെഗറ്റീവ് ഇങ്ങനെ കമൻസ് ഇങ്ങനെ എഴുതി വിടും. അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മളല്ലേ 10 പ്രാവശ്യം നുണ പറഞ്ഞാൽ സത്യമാവും. പക്ഷേ പൊതുവെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ അതിലത്ര ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു വിഭാഗം ആളുകൾ അവരെന്ത് പറയണോ അതാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് വരുന്നത്. ഞാനിങ്ങനെ ഒരു കമൻറ്റ് മോശം വരുമ്പോൾ ഞാൻ പറയും, ഇത് ഇന്ന ആളായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. കറക്റ്റായിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ തൊട്ടങ്ങോട്ട് അതിപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യം ഇന്നും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അയാൾ പറഞ്ഞ കാര്യം എന്താ പറയുക, ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനല്ല ഒരാളും എൻ്റെ അമ്മേനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും മാന്യമായിട്ടും എല്ലാവരോടും സ്നേഹമായിട്ടും പെരുമാറുന്നൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിനേക്കാളും അമ്മ മരിച്ചപ്പോഴും ആൾക്കാർ കൂടുതൽ വന്നത്. അത്രയും വ്യക്തിബന്ധങ്ങൾ. എനിക്കറിയാം VM സുധീരനൊക്കെ, അത്രയും ടഫായിട്ടുള്ള VM സുധീരൻ അന്ന് എൻ്റെ അമ്മ മരിച്ചപ്പോൾ മൂലയ്ക്ക് പോയി ഇങ്ങനെ വെച്ച് പൊട്ടി കരഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. അത്രയും ഹൃദയബന്ധം എല്ലാവരുമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അമ്മ. ആ അമ്മ മരിക്കുമ്പോൾ ഇയാൾ ജനിച്ചിട്ടില്ല. ഇയാൾക്ക് ആരാണ് കല്യാണിയമ്മ എന്നറിയില്ല. നല്ല തലമൂത്ത കോൺഗ്രസ്സുകാരോട് വെച്ചാൽ അവർ പറഞ്ഞു കൊടുത്തേനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് KPC തന്നെ നേരിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് എല്ലാവരും ഒരിക്കലും പറയാൻ പാടില്ല. എന്തേ പറയണ, എന്ത് വൃത്തികെട്ട വർത്താനം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജയിച്ചു, ശരിയാണ്. അതിപ്പം ഈ SDP പോലുള്ളവരെ വോട്ടൊക്കെ കിട്ടി ആരും ജയിക്കും, അതൊന്നും വലിയ അതിശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് കണ്ടിട്ട് ഞാൻ മരിക്കുള്ള ആൾ കിട്ടും അയാളാ പറഞ്ഞതിന്. അത് വ്യക്തിപരമാണ്, രാഷ്ട്രീയമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇനി ഒരു PR വർക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇനി എന്താ പറയുക അപ്ലിഫ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു PR ടീം ഇല്ല. ഞാനത് ഇനി എന്തായാലും തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഞാൻ അല്ല തമാശയായിട്ട് പറയാം, മറ്റെല്ലാം ഞാൻ തന്നെയാ. ആരെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തരും, ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇനി ഞാനത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ള ജനങ്ങൾ അറിയണം. കാരണം അതിൻ്റെ പേരിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട് ഒത്തിരി സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി, ഞാൻ ഇതല്ലല്ലോ ഞാൻ എന്ന് ഞാനത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട്. എന്തൊക്കെ എന്നെ വിളിക്കും എന്നറിയോ ആൾക്കാർ, ചീത്ത. ഞാൻ വിചാരിക്കും, ഈശ്വരാ, ഇവർക്ക് അമ്മയും പെങ്ങന്മാരൊന്നുമില്ല, ഇന്ത്യ കടന്ന് ചീത്ത വിളിക്കണേ. നമുക്കൊക്കെ ഒരാളെ ദേഷ്യപ്പെടുമ്പം ഒരു മര്യാദ ഉള്ള ഇതില്ലേ, ഒരു പരിധി വരില്ല. പ്രതിപക്ഷ ബഹുമാനം അല്ല, അമ്മയും പെങ്ങന്മാർ എന്നുള്ള ബഹുമാനം പോലും ഇല്ല. എന്ത് പ്രതിപക്ഷം, അതൊക്കെ രാഷ്ട്രീയത്തിൽ. ഇത് വ്യക്തിപരമായിട്ടാണ് ചീത്ത വിളിക്കുന്നത്. എത്രയെന്ന് വെച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാമോ? ഞാൻ പറഞ്ഞു, പത്മജ പൈസ ഉണ്ടായത് ഇത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് വല്ലതും ചിലവാക്കാൻ നല്ലത്. ഓടി നടന്നിട്ടും ജനങ്ങളോട് നന്നായി പെരുമാറിയിട്ടും അവരെ സഹായിച്ചിട്ടും ഒരു കാര്യം എനിക്ക് ഇന്ന് വരെ അതിൻ്റെ
നമ്മൾ പറയും ഇതൊക്കെ ദൈവം കാണുന്നു, ദൈവത്തിന് എനിക്കൊന്ന് വേറെ എന്തോ പണിയുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമെങ്കിലും കാണേണ്ടതാണ്. BJPയുടെ തൃശ്ശൂർ കാൻഡിഡേറ്റ് ആയിട്ട് ഇനി നിയമസഭയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുമോ? ഞാനെങ്ങനെയാ തീരുമാനിക്കുക? ഇനിയിപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി എന്താ പറയണമെന്ന് വെച്ചാൽ അതേമാതിരി ഞാൻ ചെയ്യും. പിന്നെ ഈ തല വെച്ച് കൊടുക്കണം എന്നാണെങ്കിൽ അമ്മ തല വെച്ച് കൊടുക്കും. അത്രേ ഞാൻ പറയുള്ളൂ അതിനെ പറ്റിയിട്ട്. അല്ല, അതിനെ തല വെച്ച് കൊടുക്കലായിട്ട് അല്ല, എനിക്ക് അവിടുത്തെ ആളുകൾ ചെറിയ വിഭാഗം, എല്ലാ ആൾക്കാരും അല്ല കേട്ടോ, നല്ല ആൾക്കാരുണ്ട് തൃശ്ശൂർ. ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണും. ചില ആളുകൾക്ക് എന്താ പറയേണ്ടത്, അവിടെ ഒരു തമ്മിൽ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധങ്ങൾ, പൈസ വാങ്ങി സീറ്റ് കൊടുക്കൽ, പൈസ വാങ്ങി തോപ്പിക്കൽ, പൈസ വാങ്ങി ജയിപ്പിക്കൽ, ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് തൃശ്ശൂർ കോൺഗ്രസ്. നമുക്ക് കാണാം അടുത്ത അസംബ്ലിയിൽ ഗതി പിടിക്കില്ല അവർ. കാരണം അവരെ ഞാൻ വേറെ എൻ്റെതുകൊണ്ട് പറയണതല്ല, അവരുടെ ആ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ. ഇപ്പോൾ BJP എന്ന് പറയുമ്പോൾ ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പം ഈ കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടമാണ്. ഞാൻ കാരണം അച്ഛൻ്റെ കൂടെ 17 കൊല്ലം ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും വർക്ക് ചെയ്യാന്നുള്ള ധൈര്യമുണ്ട്. പിന്നെ ഞാൻ പൊതുവെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട് ആരോടും വഴക്കിടാനൊന്നിനും ഞാൻ പോവില്ല. അങ്ങനെ വഴക്കുണ്ടാവുന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എന്ത് ജോലി ചെയ്താൽ തന്നാലും ഞാൻ അത് ഇല്ല എന്ന് ഞാൻ പറയില്ല. പിന്നെ തീരെ പറ്റാത്ത ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം തൃശ്ശൂർ പോയിട്ട് പഴയ സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയും ഞാൻ പോവും. കാരണം അവിടെ നിന്ന് ഏറ്റവും മനസ്സ് വേദനയോടുകൂടി പോകുന്ന ആളാണ് ഞാൻ. അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യും. അതെൻ്റെ ജോലിയല്ലേ. ഈ പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു, അതായത് തൃശ്ശൂർ പോയിട്ട് കരുണാകരൻ സാറിനെ കണ്ട് ഒരു പരാതി കൊടുത്താൽ അദ്ദേഹം ഏത് സ്ഥാനം വഹിക്കുകയാണെങ്കിലും, അതായത് MP ആണെങ്കിലും MLA ആണെങ്കിലും മന്ത്രി ആണെങ്കിലും അത് നടത്തിത്തരും, അല്ലെങ്കിൽ ഒരു മലയാള മാസം കഴിയുന്നതിനുള്ളിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനമാവുന്നുണ്ടായിരുന്നു. ആ ഒരു സഹായം ഇപ്പോൾ മകൾക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റാറുണ്ടോ? ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് രാഷ്ട്രീയം വെച്ചിട്ടില്ല, എൻ്റെ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഈ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് പല ഉദ്യോഗസ്ഥന്മാരായിട്ടും പല എന്താ പറയണ്ടേ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള നേതാക്കന്മാർ എനിക്കതുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്നവർ, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പറ്റുന്ന ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയും ചേച്ചി ഇന്ന സ്ഥലത്ത്, എനിക്കറിയുന്ന ആൾക്കാർ ഹോസ്പിറ്റലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ചോദ്യമൊന്നുമില്ല, അപ്പം ഞാൻ അവിടെ അവരെ സഹായിക്കാനുള്ള എത്തിക്കും. യൂത്ത് കോൺഗ്രസ്സുകാർ തലതല്ലി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയും വെച്ചിട്ട് പോവും. കാരണം എനിക്കറിയാം അവരാരും സഹായിക്കാനില്ല. തലനടയിൽ അത് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പോരും. പിന്നെ അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെങ്കിലോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയില്ലേ, എൻ്റെ അച്ഛൻ ഒത്തിരി നന്ദികേട് അനുഭവിച്ച ആളാണ്, സഹായിച്ച ആൾക്കാരുടെ. അതെനിക്ക് നല്ലോണം അച്ഛനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് നന്ദികേട് എന്ന് പറയുന്ന സംഭവം. ഈ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് ഏറ്റവും അധികം അച്ഛനെ തള്ളിപ്പറഞ്ഞതെന്ന് പറയുന്നത്. അതെ, അത് വലിയ വേദനയായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു MLA ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയെന്ന് അയാൾ വേറെ വഴി കൂടെ പോയിട്ട് നമ്മുടെ എതിരുള്ള ആളെ വിളിക്കുന്നതും ഞാൻ കെ കരുണാകരൻ്റെ കൂടെ നിൽക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നതും എൻ്റെ ബെഡ്റൂമിൽ നിന്ന് എനിക്കിത് കേൾക്കാം. ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സംഭവമുണ്ട്. അച്ഛൻ വിശ്വസിച്ചില്ല. അച്ഛൻ പറഞ്ഞു ഇത് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട്, ഞാൻ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് അയാൾ നാളെ പോയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ മാതിരി അയാൾ പോയി പിറ്റേ ദിവസം. സമാനമായിട്ടുള്ളൊരു നന്ദികേട് അല്ലെങ്കിൽ സമാനമായിട്ടുള്ളൊരു ദുഃഖം ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം എന്താ, അതെങ്ങനെയാണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് അപ്പോൾ കോൺഗ്രസ്സുകാർ പലരെയും സ്വഭാവം മനസ്സിലായില്ലേ. അവർക്ക് കെ കരുണാകരനൊന്നുമില്ല, ഉമ്മൻചാണ്ടി എന്നൊന്നുമില്ല, കൊടുക്കേണ്ട സ്ഥലത്ത് അവർ പണി കൊടുത്തിരിക്കും. അവർക്കതാണ്, അവർക്ക് ഒരു നന്ദി എന്ന് പറയണ ഇല്ല. ഇവരുടെയൊക്കെ തുടക്കകാലം കണ്ട ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് കിടന്നിട്ട് ഈ ഷൈനിനെ കാണുമ്പോഴാണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ എന്താ പറയണ്ടേ, ഞങ്ങളുടെ വീട്ടിൽ ഈ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ജീവിതമാണ്. അവരുടെ വീട്ടിൽ ഉമ്മൻചാണ്ടി സാർ എനിക്കറിയാം ബെഡ്റൂമിൽ മുടിയിരിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ കയറിപ്പോയി ഓരോന്ന് പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അതേമാതിരി എൻ്റെ അച്ഛൻ ചിലപ്പോൾ പറയണമെങ്കിൽ ഞാൻ ഒന്ന് ബാത്റൂം പൊക്കോട്ടെ എന്ന്. കാരണം എന്താ പറയുക, ബാത്റൂമിൻ്റെ അത് ഒരാളായിരിക്കും, മനസ്സിലായി. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവസാന കാലം കുത്തിയത് അവരാണ്, ആ കൂടെ നിന്ന ആൾക്കാരാണ് കുത്തിയത്. ഒരു തിരുത്തൽവാദം ഉണ്ടായ കഥയൊക്കെ അറിയാലോ.
അതൊക്കെ കണ്ടും കേട്ടും കൂടെ നിന്ന ആളാ. ഈ തിരുത്തൽവാദ സമയങ്ങൾ എങ്ങനെയാ കടന്നുപോയത്? അത് വളരെ ആ സമയത്ത് ഏറ്റവും സങ്കടമല്ല, അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുക, എൻ്റെ അമ്മ മരിച്ചു. ആ സമയത്താണ്, അതായത് അച്ഛൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന സമയമാണ്. ആ സമയം നോക്കി അവരടിച്ചതാണ്, അല്ലെങ്കിൽ അച്ഛൻ വീണ് പോവില്ല. അച്ഛൻ അപ്പോഴും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അച്ഛന് വേണ്ട. അമ്മ മരിച്ചോടുകൂടിയിട്ട് അച്ഛന് ജീവിക്കണ്ട എന്നൊരു തോന്നലായിപ്പോയി. ഓക്കെ, അത്ര ക്ലോസ് ആയിരുന്നു. അമ്മാവൻ്റെ മകൾ തന്നെ അമ്മ. ഈ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ, സാഹചര്യത്തിൽ ഈ യുവതലമുറയുടെ ഇടയിൽ, കുട്ടികൾക്കിടയിൽ ലഹരി വളരെയധികം കൂടുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല സാറ് പറയുന്നുണ്ടായിരുന്നു 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി തുടച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ എല്ലാ ദിവസവും കേസ് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ പേരുള്ള അതിക്രമങ്ങൾ, കൊലപാതക പരമ്പരകളൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിക്കുന്നുണ്ടോ ഈ ലഹരിയുടെ കാര്യത്തിൽ? അല്ല, അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എനിക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോര ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളല്ലേ, അങ്ങോരെന്താ 8 ദിവസം കൊണ്ട് നിർത്താൻ ഞാൻ പറയാൻ എളുപ്പം എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും, സത്യം പറഞ്ഞ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും വേദനിക്കുന്ന ഒരു സംഭവം ഈ ലഹരി എന്ന് പറയുന്നത്. സ്വന്തം അമ്മേനെ തല്ലുക, അത് ഞാൻ അച്ഛനെ കുത്തിക്കൊല്ലുക, പെങ്ങളെ ഇതാക്കുക. അതായത് അവരവരുടെ മറ്റേ ബുദ്ധിയിലല്ല ചെയ്യണത്, ആ കുട്ടികളെയല്ല പറയേണ്ടത്, ഇതിന് കളമൊരുക്കുന്ന ആൾക്കാരെയാണ് പിടിക്കേണ്ടത്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത്ര ഗ്രാം പിടിച്ചു, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കയറി ഇത്ര പിടിച്ചോണ്ടൊന്നും ആയില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ. അതിൽ പലരും രാഷ്ട്രീയ നേതാക്കൾ വരെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, അറിയാത്ത കാര്യം അല്ലേ, കേട്ടിട്ടുള്ള കാര്യം ഞാൻ പറയും. അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ അവസാനിക്കും, എങ്ങനെ അവസാനിപ്പിക്കും? പിടിക്കേണ്ടത് അത് കൊടുക്കണ വലിയ നേതാവിനെ ഇരിക്കേ, അതോടെ ചിലപ്പോൾ മന്ത്രിസഭ പോയാൽ എന്ത് ചെയ്യും? അതിനേക്കാളും വലുത് പിള്ളേർ വട്ടായിട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ സിനിമാ രംഗത്ത് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഒരു പൊതു ആവശ്യം ഉണ്ടായിരുന്നു, ഇതെല്ലാ മണ്ഡലത്തിലും വരണം, അതായത് രാഷ്ട്രീയത്തിൽ വരണം, മാധ്യമത്തിൽ വരണം, എല്ലാവരുടെയും ഓരോരോ കമ്മിറ്റി വീതം വെക്കണം, നന്നായിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നോ അതിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന സമയത്ത്? അങ്ങനെ വന്നാൽ പിന്നെ രാഷ്ട്രീയ രംഗം എല്ലാവരും വിട്ടു പോകാനല്ലേ. കാരണം എന്താ പറയുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എന്ത് ഇവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പലതും എല്ലാ വിധത്തിലുള്ള എല്ലാവരും ആരും വളരെ വിരലുണ്ടാവുന്ന നേതാക്കൾ ഉണ്ട് അതിൽ, നല്ല അല്ലാത്തവരൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നതും. ഈ ഹേമ കമ്മീഷൻ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത്. എനിക്കറിയാം ഇതൊന്നും ആവില്ല. അതായത് അപ്പം ഈ ആരെയാണോ ഏറ്റവും കൂടുതൽ കുറ്റം പറയണത് അവർ പോയി മറ്റേ സ്വാധീനമുള്ളവരെ പിടിക്കും, അവരുടെ പേര് വരും, പുറത്തേക്ക് വരില്ല. പിന്നെ ഇതിലെന്ത് കാര്യം? പിന്നെ ആ കംപ്ലൈൻറ്റ് കൊടുത്ത പെണ്ണിന് ഒരു ഇതുപോലും കിട്ടില്ല, സിനിമ ലഭിക്കില്ല. അത് മേടിച്ചിട്ട് ആരും കൊടുക്കില്ല, സത്യം ആരും പറയില്ല. പറഞ്ഞ സ്ത്രീകളുടെ സ്ഥിതി എന്താ ഇപ്പോൾ? അതുകൊണ്ട് ഇതൊന്നും എന്താ പറയുക, അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ളൊരു നേതൃത്വം വേണം. എനിക്ക് അധികാരം വേണ്ട, ഇത് തുടച്ചു മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ എന്ന് ആര് പറയാനുള്ളൊരു നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ആരും ഇല്ലല്ലോ. അതിങ്ങനെ തുടരും. ഈ 3ാം ഘട്ടം ആയിട്ട് കൂടി ഇപ്പോഴത്തെ LDF സർക്കാർ തുടരും എന്ന് ഒരു നിരീക്ഷണമുണ്ട്, രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. കാരണം പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ള രീതിയിൽ മാം എന്താ വിചാരിക്കുന്നത്? പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. തമ്മിൽ അടി പൂരാണ് കണ്ടു കഴിഞ്ഞ നേതാക്കന്മാർ. ഒരാളുമായിട്ട് ശരി നമ്മളൊരു കൂട്ടായ്മ, അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഇന്ന ആളാണ് നാളെ മുഖ്യമന്ത്രിയായിട്ട് വരിക. ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തും, അവരതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുക. ഇന്നിപ്പോൾ എത്ര മുഖ്യമന്ത്രിമാരാ കോൺഗ്രസ്സിൽ? ആദ്യം അവർ ആ ഒരു തീരുമാനത്തിൽ എത്തട്ടെ, എന്നിട്ടല്ലേ ഭരണം കിട്ടുക കിട്ടില്ലേ എന്നുള്ളത്. ഞാൻ ഇന്ന ആൾ മുഖ്യമന്ത്രിയോ എന്ന് പറയാനുള്ള ധൈര്യം എന്താ കോൺഗ്രസ്സിന് ഇല്ലാത്തത്? അപ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ അതില്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്ത് പറഞ്ഞാലും ഒരു ഹൈക്കമാൻഡിനെ, അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്, ഇവരുടെ ഈ ചെറിയ ചെറിയ ഇത് തീർക്കാൻ നിൽക്കുകയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പം കേരളത്തിൽ മാത്രമല്ലേ കോൺഗ്രസ് ഉള്ളൂ, കേരളത്തിലും. കാരണം അപ്പോൾ അവർക്ക് സമയമുണ്ട് ഹൈക്കമാൻഡ്, പണ്ടൊന്നും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അവർക്ക് സമയമുണ്ട്. ഒന്ന് ഇതിരുന്നൊക്കെ തീർത്ത്, പക്ഷെ അന്ന് അവർ വിളിച്ചിരുത്തി തീർത്ത് പിറ്റേ ദിവസം എന്തുണ്ടായി? അതിനേക്കാളും വലിയ അടി തമ്മിൽ. അപ്പോൾ ഇതിലത്തെ വഴക്കൊന്നും ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, അവർ മണത്തറിയും എന്താ നടക്കണേന്ന്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിനെ പോലും കാണിക്കാൻ പറ്റാത്തൊരു പാർട്ടി നാളെ എന്ത് ചെയ്യും? അതല്ലേ നമ്മുടെ ഈ 2 ദിവസം അടി കണ്ടപ്പോൾ ഈ അടി കൂടുന്നവരാണോ
നാളെ ക്യാബിനറ്റ് മന്ത്രി വരാൻ പോണേന്നാ പലരും ചോദിച്ചേ. ഇത് അറ്റ്ലീസ്റ്റ് പുറത്തേക്ക് കാണിക്കാതിരുന്നൂടെ ഇവർക്ക്? അതുകൊണ്ട് ഒരു പ്രതീക്ഷയും വേണ്ട, എനിക്കൊരു പ്രതീക്ഷയില്ല. BJP പക്ഷേ ശക്തമായ പ്രകടനം നടത്തും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. കാരണം പുതിയ വന്ന പ്രസിഡൻറ്റിൽ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്നും കൊണ്ടുപോകാനോ പിടിക്കാനോ ആവശ്യമില്ല. അദ്ദേഹം ഈ പാർട്ടി നന്നാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹം നന്നാക്കിയിരിക്കും. എന്തായാലും രാഷ്ട്രീയ പ്രയാണം ഇനിയും മുന്നോട്ട് പോകട്ടെ. എന്താ പറയുക, കക്ഷി മാറിയാലും ഇപ്പോൾ മാമിനോടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആളുകൾക്കുള്ള ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി.